إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ചും തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഹലാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹറാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹലാലിലും തന്നെ അതുപോലെ തന്നെ ഹറാമിലുമൊക്കെയുള്ള അള്ളാഹു നിശ്ചയിച്ച ഹുദൂദുകൾ, ചില പരിധികൾ, അതിർത്തികളൊക്കെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഹലാലും ഹറാമും ഹുദൂദുകളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിവാഹരംഗത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത്തരം സാഹചര്യങ്ങളിൽ ഇസ്ലാമികമായ ഒരു സംസ്കാരവും അതിലെ നിലപാടുകളുമൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ഒരു ഇസ്സത്തുള്ള ഒരു സമൂഹം എന്ന നിലക്ക് എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമാവുക എന്നത് വളരെ പ്രധാനമാണ്. ഇസ്ലാമികമാവുമ്പോഴാണ് നമ്മുടെ ഇസ്സത്ത് യഥാർത്ഥത്തിൽ നിലനിൽക്കുക. നിക്കാഹ് പ്രവാചകന്റെ സുന്നത്താണ് എന്നും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് സമയമായാൽ അതിന് തയ്യാറാവുക എന്നത് പ്രധാനമാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രാപ്തി എത്തിയാൽ, ഒരു പെണ്ണിനെ പോറ്റാനുള്ളൊരു പ്രാപ്തി എത്തിയാൽ അവരും അതിന് തയ്യാറെടുക്കണം എന്നതാണ് ഇസ്ലാമിലെ മര്യാദ എന്ന് പറയുന്നത്. ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ പെണ്ണിൻ്റെ അവകാശം എത്രത്തോളം ഉണ്ട്, ഒരു രക്ഷിതാവിൻ്റെ അവകാശം എന്താണ്, പെണ്ണന്വേഷിക്കുമ്പോൾ മുൻഗണന കൊടുക്കേണ്ടത് എന്താണ്, ആരാണ് പെണ്ണിനെ കാണേണ്ടതും പെണ്ണുമായി സംസാരിക്കേണ്ടതും, ശേഷമുള്ള നിശ്ചയത്തിൽ ഒരു ശൂറയിൽ എന്തൊക്കെയാണ് തീരുമാനിക്കേണ്ടത്, നിക്കാഹിന് മുമ്പുള്ള വധൂവരന്മാരുടെ കൂടിക്കാഴ്ചയുടെ സമീപനം
എന്താണ്? വിവാഹ തലേന്ന് മദ്യസൽക്കാരങ്ങൾ പോലുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത്? അത് നമ്മുടെ ഒരു സംസ്കാരമാണോ? കല്യാണ ദിവസം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് നിക്കാഹിനും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനക്കുമാണ് എന്ന കാര്യം. കല്യാണ ദിവസം കല്യാണത്തിന് വരുന്നവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ ഉപദ്രവിക്കുകയോ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളോ അവിടെ സംഭവിക്കാതിരിക്കലാണ് വേണ്ടത്. ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ ഏത് സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നതൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഇന്ന് ചേർത്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹലാലും ഹറാമും ഹുദൂദുകളും എല്ലാ നിലക്കും എല്ലാ മേഖലയിലും നമ്മൾ ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാഹരംഗത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ നടക്കുന്ന ധൂർത്തിനെ കുറിച്ച് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേകിച്ചും നമുക്കറിയാം, സ്ത്രീധനം വളരെ വ്യാപകമായൊരു സന്ദർഭത്തിലാണ്. അത് ഇസ്ലാമികമല്ലെന്നും അത് പെണ്ണിൻ്റെ കുടുംബത്തെ വളരെ പ്രയാസപ്പെടുത്തുന്നു എന്നും പല പെൺകുട്ടികളും അതിൻ്റെ പേരിൽ വിവാഹിതരാകാൻ കഴിയാതെ സങ്കടപ്പെടുന്നുണ്ട് എന്നും മനസ്സിലാക്കി ഒരു ബിസ്മി എന്ന പേരിൽ ഒരു സംഘമുണ്ടാക്കുകയും ബിസ്മി കല്യാണങ്ങൾ നാട്ടിൽ വ്യാപകമായി നടക്കുകയൊക്കെ ചെയ്തത്. നമ്മുടെ കുറച്ചു മുമ്പുള്ള ആളുകൾക്കൊക്കെ അത് നന്നായി പരിചയമുണ്ടാകും. വലിയൊരു വിപ്ലവമായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് നടന്ന ബിസ്മി വിവാഹങ്ങൾ. പലരും അതിനെ പരിഹസിച്ചെങ്കിലും വളരെ ലളിതമായ ചെലവോടുകൂടി ആദർശ പൊരുത്തമുള്ള സ്ത്രീധനമുക്തമായ വിവാഹങ്ങൾ അന്ന് നാട്ടിൽ സജീവമായി. ചെറുപ്പക്കാരാണത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത്. നമ്മുടെ യുവാക്കൾ അതിന് മുന്നിട്ട് വന്നു, കുടുംബങ്ങൾ അവർ സപ്പോർട്ട് ചെയ്തു, മഹല്ലുകൾ അതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തു. അന്ന് അത് നാട്ടിൽ വ്യാപകമായി. അങ്ങനെ ലളിതമായും മനോഹരമായും ഏറെ ബർക്കത്തുള്ള വിവാഹത്തിന് മാതൃക കാണിച്ച ആളുകളാണ് നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്. പുതിയ കാലത്തെ യുവാക്കൾ, വിവാഹിതരാകാൻ നിൽക്കുന്നവർ, രക്ഷിതാക്കൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കനുസരിച്ച്, അള്ളാഹു നൽകിയ സൗകര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാം. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിഅമത്തുകളാണ് തന്നിട്ടുണ്ടാകുക. സാമ്പത്തികമായ അഭിവൃദ്ധിയിലും അതിന്റെ പുരോഗതിയിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാവർക്കും ഉണ്ടാകും. അത് കൂടുതൽ കിട്ടിയവരുണ്ടാവും, ഒരു മധ്യമ നിലപാടിൽ പോകുന്നവരുണ്ടാവും, വളരെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായി പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടിയ നിഅമത്തിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം. അത് മൊത്തത്തിൽ ഉപേക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഇസ്ലാമികമായ നിലപാട്. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട എന്താണ്? കടുത്ത പിശുക്കനാകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും ചെലവ് കുറക്കുക, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിശുക്കിന്റെ ഭാഗമായി ഇത് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു തആല നമ്മുടെ മനസ്സറിയുന്നവരല്ലേ. പിശുക്കനാകാൻ പാടില്ല എന്ന ദീനിന്റെ കൽപ്പനയാണ്. പിശുക്കിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഗൗരവമുള്ള ഒരു തെറ്റാണ്, തിന്മയാണ്, പാപമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമയ്യൂക ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ചെലവഴിക്കാൻ ഇങ്ങനെ കാണുന്നൊരു സന്ദർഭത്തിൽ നിന്ന് മുങ്ങി നടക്കുക, ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഒരു പൊറുതിയേടുണ്ടാകുക, ഉള്ളതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ച് ഇങ്ങനെ ചെലവഴിക്കാനുള്ള ഒരു വൈമനസ്യം കാണിക്കുക, അത്തരത്തിലുള്ള മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടവർ യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ നമുക്ക് സന്തോഷ വർത്തമാനം പറയുന്നുണ്ട്. ഒരുതരം ആർത്തി കൊണ്ടാണ് ആളുകൾ ചെലവഴിക്കാൻ മടിക്കുന്നത്. കാണിക്കണത് എന്താണ്? ഒരുതരം ആർത്തിയാണ്, അവനവനോട് തന്നെയുള്ള ഒരു ആർത്തിയാണ്. ഇത് കൊടുത്താൽ തീർന്നു പോകുമോ എന്നുള്ളതിൽ നിന്നുള്ള ഒരു വിചാരത്തിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ഒരു കൽപ്പനയാണ്, റസൂലുള്ളാഹിന്റെ പ്രത്യേകമായ കൽപ്പനയാണ്. ചിലർ സ്വന്തത്തിന് തന്നെ ചെലവഴിക്കൂല, സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കൂല, മറ്റുള്ളവർക്ക് തീരെയും ചെലവഴിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖുശുഹ ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും. നിങ്ങൾ പിശുക്കിനെ നന്നായി സൂക്ഷിക്കണം. പിശുക്ക് കാരണം നിങ്ങളുടെ മുൻഗാമികൾ പലരും നശിച്ചു പോയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഹമലഹും അലാ അൻ സഫകൂ ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും.
അത് പലപ്പോഴും രക്തം ചിന്തുവാൻ വീട്ടിലും നാട്ടിലും കുടുംബങ്ങളിലൊക്കെ കുഴപ്പമുണ്ടാകാൻ അത് കാരണമാകും. നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ അനുവദനീയമാക്കാൻ പ്രേരണ ഉണ്ടാകും. അപ്പോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ഷർറുൻ മാ ഫിർ റജുലി ശുഹുൻ ഹാലിഉൻ വജുബുനുൻ ഹാലിഉൻ എന്നാണ്. സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദോഷകരമായത്, ഒരു തരം ചെലവഴിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്ന മനസ്സിനെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിലുള്ള പിശുക്കന്മാർ, അവരുടെ പിശുക്ക്, ചെലവ് പേടിച്ച് സ്വസ്ഥതക്കേടുണ്ടാകുന്ന ആളുകൾ, അവരാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്വഭാവത്തിൽ ഏറ്റവും ദോഷകരമായ സ്വഭാവമുള്ളവർ എന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നിർബന്ധമായും നമ്മൾ ചെലവഴിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും, അതിനുപോലും ചെലവഴിക്കാത്ത ആളുകളുണ്ടാവും. സക്കാത്ത് നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട ദാനല്ലേ, പക്ഷേ അതിൽ വളരെ വസ്വാസം ഉണ്ടാകുക. അതിന്റെ അളവ് കൂടുമ്പോൾ പണം കൂടുതൽ സക്കാത്ത് കൊടുക്കാണ്ടെങ്കിൽ അതിന് ന്യായം കണ്ടെത്തുക, എന്നിട്ട് ഒരു തരം പിശുക്ക് അഭിനയിക്കുക, അല്ലെങ്കിൽ ഇല്ലായ്മ നടിക്കുക. ഇത് വളരെ വളരെ സങ്കടകരമായ കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സക്കാത്ത് നിർബന്ധമായി കൊടുക്കേണ്ട ഒരു ധനാണ്. അതേപോലെ പ്രധാനമാണ് നമ്മുടെ കുടുംബത്തിന്റെ അത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ അതിഥികൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക എന്നുള്ളതാണ്. അതിഥികളെ സൽക്കരിക്കുക, അങ്ങനെ അതിഥികളായി വരുന്ന ആളുകളെ മനോഹരമായി സൽക്കരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. മറ്റൊന്ന്, പെട്ടെന്നുണ്ടാകുന്ന ആപത്തുകളാണ്, വിപത്തുകളാണ്. വയനാട് ദുരിതം, പ്രയാസം ഉണ്ടായില്ലേ? നമ്മളെല്ലാവരും വാരിക്കോരി കൊടുത്തു, നമുക്ക് സാധ്യമായതൊക്കെ കൊടുത്തു, അല്ലെ? വളരെ വലിയ സംഭാവനകളൊക്കെ നൽകിയ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ വിപൽഘട്ടത്തിൽ നമ്മൾ ചെലവഴിക്കുക, പിശുക്കന്മാർക്ക് അതും കഴിയാതാവും. അപ്പൊ ഇതൊരു മാനസികാവസ്ഥയാണ്. അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സ് എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുക. നോക്കൂ, ജദ്ദുബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു സഹാബി വരികയുണ്ടായിരുന്നു, ദീനിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തിന് അവരുടെ ഒരു ഗ്രൂപ്പിന്റെ, ഒരു സംഘത്തിന്റെ, അവരുടെ കുടുംബത്തിന്റെ ഒക്കെ ഒരു അമീറാക്കാൻ വേണ്ടി ഒരു ചർച്ച വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ നേതാവാക്കണം എന്നാണ് വിചാരിച്ചത്. നല്ല കഴിവൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം. പക്ഷെ അവരുടെ കുടുംബക്കാരൊക്കെ അതിനെതിരെ പറഞ്ഞു. കുടുംബക്കാരൊക്കെ പറഞ്ഞു, അയാൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പിശുക്കനാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളുടെ നേതാവാകാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹം ഒരു ഉറുപ്പിക ചെലവായിപ്പോയില്ല. പിശുക്കൻ സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തെ നേതാവാക്കാൻ കൊള്ളില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അതോട് ചേർത്ത് പറഞ്ഞു, പിശുക്കിനേക്കാൾ വലിയ രോഗമില്ല എന്ന് പറഞ്ഞു. പിശുക്കിനേക്കാൾ വലിയ രോഗമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ നേതാവാക്കിയില്ല. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി. പടച്ചോനെ, ഈ അലസതയും അതുപോലെ തന്നെ പിശുക്കുണ്ടല്ലോ, അതിൽ നിന്ന് പടച്ചോനെ നീ എനിക്ക് രക്ഷ നൽകണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു വിവാഹം, ഒരു ആഘോഷം, ഒരു സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ചെലവഴിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ചെലവിനെ പറ്റി പറയുമ്പോൾ ആൾക്കാർ പറ്റ പിശുക്കണോ, വേണ്ടതില്ല. ആ ഒരു ചാൻസ് മുതലാക്കി പറ്റ പിശുക്കണ ആൾക്കാരും ഉണ്ടാവും. അതും ആവശ്യമില്ല. ഓരോരുത്തരുടെ സാമ്പത്തിക അവസ്ഥയും അവർക്ക് ആവശ്യമായ രൂപത്തിലുള്ള അതിന്റെ മിതവ്യയത്തിൽ അത് ചെലവഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ പിശുക്കല്ല വേണ്ടത്. എന്നാൽ ധൂർത്താണോ, ആർഭാടങ്ങളും അനാവശ്യമായ കാര്യങ്ങളും ആവശ്യമില്ലാത്തതും ആളെ കാണിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടി പണം ചെലവഴിക്കണോ, അത് ധൂർത്താണ്, അതും വേണ്ടതില്ല. മിതത്വമാണ് ഇസ്ലാം അതിൽ കൽപ്പിക്കുന്നത്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകളുടെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞപ്പോ എങ്ങനെയാണ് അവർ ചെലവഴിക്കുമ്പോൾ അവരുടെ നിലപാട് എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തെ ആയത്തിൽ പറഞ്ഞിരുന്നുണ്ട്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. പരിശുദ്ധ ഖുർആൻ പറയാണ്, അവർ ചെലവഴിക്കുമ്പോ അമിതമായി ചെലവഴിക്കൂല, എന്നാൽ പിശുക്ക് കാണിക്കുവോ, അതുമില്ല. രണ്ടിന്റെയും ഒരു മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഒരു മധ്യമ നിലപാടിലാണ് അവർ സ്വീകരിക്കുക. ഉള്ളതിനനുസരിച്ച് അവർ ചെലവഴിക്കും, അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ ചെലവഴിക്കും. പിശുക്ക് എന്ന സ്വഭാവം അവർക്കുണ്ടാവുകയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദീർഘമായ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇങ്ങനെ കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖസ്ദ ഫിൽ ഫഖ്രി വൽ ഗിന എന്നാണ്. പടച്ചോനെ, എനിക്ക് സമ്പത്തും സംഗതികളൊക്കെ ഉണ്ടാകുന്ന സമയമുണ്ട്, ഐശ്വര്യത്തിന്റെ സമയത്തിലും
എന്നാൽ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലും എനിക്ക് നീ മിതത്വം പാലിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു നിലപാട് അവിടെ അതാണ് വേണ്ടത് എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കുലു വശ്റബു വതസദ്ദഖു വൽബസു ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, ഭക്ഷണം വാങ്ങിച്ചോളൂ, ആവശ്യത്തിനുള്ളൊക്കെ വിഭവങ്ങൾ ഒരുക്കിക്കോളൂ. വശ്റബു നിങ്ങൾ കുടിച്ചോളൂ, വതസദ്ദഖു നിങ്ങൾ ദാനം ചെയ്തോളൂ, വൽബസു നിങ്ങൾ വസ്ത്രം വാങ്ങിക്കോളൂ, ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? നിങ്ങൾ അതിലൊന്നും ധൂർത്ത് കാണിക്കരുത്. ധൂർത്ത് കാണിക്കാൻ പാടില്ല. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കുക, വസ്ത്രത്തിന്റെ വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കുക. നമ്മുടെയൊക്കെ അലമാരകളിൽ കെട്ടിക്കിടക്കുന്ന വസ്ത്രത്തിന്റെ ഒക്കെ കണക്കെന്താണ്? പണ്ട് കൊല്ലത്തിൽ നമ്മളൊരു പെരുന്നാളിന് വസ്ത്രവും വാങ്ങണ ഒരു ഇതേ നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഓരോ ഒക്കേഷനുകൾക്കും നമുക്ക് വസ്ത്രമാണ്. ഓരോ ആഴ്ചകളിലും മാസങ്ങളിലും വസ്ത്രം വാങ്ങുന്ന ആളുകൾ, ഓരോ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ പരിഷ്കരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. നല്ല വസ്ത്രം ധരിക്കാം, നല്ല ചെരുപ്പിടാം, നല്ല ഭക്ഷണം കഴിക്കാം, ഇതൊന്നും ഇസ്ലാമികമല്ല. പക്ഷേ നമ്മൾ അതിലൊക്കെ അമിത വ്യയം കാണിക്കുന്നുണ്ട് എങ്കിൽ, ധൂർത്ത് അതിൽ വരുന്നുണ്ട് എങ്കിൽ, അനാവശ്യമായ കാര്യങ്ങൾക്കാണ് അത്തരം പണം ചെലവാക്കുന്നത് എങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ റസൂലുള്ളാഹിന്റെ ഈ വാക്ക് വിലക്കെടുക്കണം. പല മഹീല, ചില ആൾക്കാർ പൊങ്ങച്ചം കാണിക്കാനാണ്, മറ്റുള്ളവർക്ക് തൂക്കം ഒപ്പിക്കാനാണ്. അവനവന് കഴിയുന്നത് ചെയ്താൽ മതി. പക്ഷെ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ എന്താകണം? ഒന്നാളെ കാണിക്കണം, ഞാനൊരു അങ്ങനെയൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ വരുത്താൻ വേണ്ടി ചെയ്യുക. അതാണ് പൊങ്ങച്ചം. ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് അവതരിപ്പിക്കുക. അതാണ് തക്കാസുർ, മഹീലത്ത്, പൊങ്ങച്ചം എന്നൊക്കെ പറയുന്നത്. അയാൾക്ക് ഇല്ല, പക്ഷെ ഉണ്ട് എന്ന് ആൾക്കാർ വിചാരിക്കണം എന്ന നിലക്ക് അങ്ങനെ ചെയ്യാം. അതേസമയം ഉണ്ട് എന്ന് ആൾക്കാർക്ക് വിചാരിക്കണമെന്ന് കുഴപ്പമില്ല. അതിനുവേണ്ടി ബോധപൂർവമായ കൃത്രിമമായ ഭാവങ്ങളും അതിന്റെ രൂപങ്ങളും സ്വീകരിക്കുക എന്നതാണ്. അത് വേണ്ടതില്ല, അത് ശരിയല്ല എന്നാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എന്താണ് ധൂർത്ത്? അത്തബ്ദീറു ഇൻഫാഖുൽ മാലി ഫീ ഗൈരി ഹഖ്ഖിഹി എന്നാണ്. ഹഖല്ലാത്ത മാർഗത്തിൽ നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ടോ അത് ധൂർത്താണ് എന്നാണ്. മുജാഹിദ് റഹിമഹുള്ള പറയുന്നുണ്ട്, നിങ്ങളെ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് അബൂ ഖുബൈസ് മലയോളം ചെലവഴിക്കാം. മക്കയിലെ ഒരു മലയാണ് അബൂ ഖുബൈസ് എന്ന്. അള്ളാന്റെ മാർഗത്തിലാണോ നിങ്ങളൊരു മലയോളം ചെലവഴിച്ചോളൂ. പക്ഷെ അള്ളാന്റെ മാർഗത്തിലല്ലേ, നിങ്ങളൊരു സേറ് ധാന്യത്തിന്റെ അത്രങ്ങൾ ചെലവഴിച്ചാൽ പോലും അതൊക്കെ ധൂർത്താണ് എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് അറിവ് കിട്ടി, ധനവും കിട്ടി, ആ മനുഷ്യൻ അത് യഥാവിധി വിനിയോഗിച്ചു, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദർജ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് വിവരമുണ്ടായി, അത് ഹലാലായ മാർഗത്തിൽ ഉപയോഗിച്ചു. നമുക്ക് പണമുണ്ടായി, അത് ഹലാലായ മാർഗത്തിൽ ഉപയോഗിച്ചു. അവർക്ക് അള്ളാഹു വലിയ ദർജകൾ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഹക്കായ കാര്യങ്ങൾക്കാണ് നമ്മുടെ ഒരു ഉറുപ്പ്യ പോണതുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ചിലതൊക്കെ ഹലാലായിരിക്കും, പക്ഷെ ഹലാലായ കാര്യങ്ങളിൽ തന്നെ അത് വളരെ അത്യാവശ്യമാണോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. വിവാഹരംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധൂർത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നോക്കൂ, ചില ആളുകൾ 100 ആളുകളെയാണ് ഭക്ഷണത്തിന് ക്ഷണിക്കുക. പക്ഷെ 500 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി 400 പേർക്കുള്ള ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന ഒരു തരത്തിലുള്ള കൾച്ചർ നാട്ടിൽ രൂപപ്പെടുകയാണ്. നമ്മൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നു, എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്? നമ്മുടെ വയറിൽ എത്ര കൊള്ളാം, നമ്മുടെ കുടുംബത്തിന് എത്ര കൊള്ളാം, ഇരിക്കുന്ന ആൾക്കാർക്ക് എത്ര വേണ്ടത്, അതാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ നമുക്ക് അവിടെ ആൾക്കാരുടെ ഇടയിൽ ഒരു ഷോ വർക്കിന് വേണ്ടി എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് എന്നുള്ളൂ. കൂടെ പോണ ചില ആൾക്കാരുണ്ട്, സുഹൃത്തു വലയങ്ങൾ പലപ്പോഴും ഒരാളുടെ കയ്യിലെ കാശ് അമിതമായി ചെലവഴിപ്പിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവണതകളൊക്കെ നാട്ടിൽ സജീവമാണ്. അതൊക്കെ നമ്മൾ തിരുത്തണം പ്രിയപ്പെട്ടവരെ. അതൊന്നും ഇസ്ലാമിന്റെ ഒരു സംസ്കാരത്തിൽപ്പെട്ടതല്ല. അത്യാവശ്യം എത്രയാണ് നമുക്ക് വേണ്ടത് അത് വേസ്റ്റ് ആകാത്ത രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ധനികരായ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവും, എന്നാൽ ഒരു മിതത്വം പാലിച്ച് സാമ്പത്തികമായ ഒരു മധ്യമ നിലപാടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു മിഡിൽ ക്ലാസ് ടീം ഉണ്ടാവും, വളരെ പൂർ ഫാമിലിയായ ആൾക്കാരുണ്ടാവും. ഈ ധനികരായ ആളുകൾ വിവാഹം നടത്തുന്നത് കണ്ടിട്ട് മിഡിൽ ക്ലാസ്സിലുള്ളവരും പാവപ്പെട്ട ആളുകളും ആ രൂപത്തിൽ വിവാഹം നടത്താൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? വളരെ ബുദ്ധിമുട്ടായി പോകും, കടബാധ്യതകൾ വരും, വലിയ ബാധ്യതകളിൽ പെട്ടുപോകും. അതിൽ നിന്ന് കരകയറാൻ പലരോടും കൈനീട്ടേണ്ട സാഹചര്യങ്ങൾ വരും. ഇസ്ലാമിലെ വിവാഹം കൊണ്ട് ഒരാളും കടക്കണിയിൽ പെടാൻ പാടില്ല. ഇസ്ലാം ഒരാളെയും വിവാഹം കൊണ്ട് കടക്കണിയിൽ പെടുത്താനുള്ള പദ്ധതിയല്ലത്. വളരെ ലളിതവും വളരെ മനോഹരവും ഏറെ പുണ്യകരവുമായ ഒരു മഹത്തായ സൽക്കർമാണ് യഥാർത്ഥത്തിൽ, ഒരു ഇബാദത്ത് പോലെയാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്. അത് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറും. വിവാഹം കേൾക്കുമ്പോഴേ ബേജാറാകുക,
കുട്ടികളൊക്കെ ഇന്ന് ഒളിച്ചോടുക, രക്ഷിതാക്കൾ കുഴങ്ങുക, ആളുകൾ പലരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട സാഹചര്യം വരിക. അതൊന്നുമില്ല. അവനവന്റെ ലെവലനുസരിച്ച് അത് തീരുമാനിച്ചാണ് നടത്തേണ്ട പണി അതിലുണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നാട്ടുകാരെല്ലാവരും വിളിക്കണോ? ആവശ്യമില്ല. വിളിച്ചില്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടണോ? അതിന്റെ ആവശ്യമില്ല. നമ്മൾ വിളിച്ചില്ല എന്നുള്ള പരാതിയും പരിഭവവും അതിന്റെ പേരിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് പലപ്പോഴും അതൊക്കെ ആളുകൾക്ക് പ്രയാസമായി മാറുന്നത്. വളരെ ലളിതമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്ത് നോക്കി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വരിക. എന്താണ് അവരുള്ള ബന്ധം? അല്ലെ, മദീന പള്ളിയിൽ എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴും പോകുമ്പോഴും ഒക്കെ വിവരങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി വളരെ സ്ട്രോങ് ആയി റസൂലുള്ളാഹിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുയായിയാണ് അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഒരു പ്രത്യേകത അത്തർ പൂശിയിട്ടുണ്ട്. അപ്പോൾ അറബികൾക്കിടയിൽ വിവാഹം കഴിഞ്ഞാൽ പൂശണ അത്തറാണ്, ഒരു സുഗന്ധമാണ് അത്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിക്കാണ്, വിവാഹിതനായോ? ചോദിക്കാണ്, വിവാഹിതരായ റസൂലെ. എന്നാല് അവലി ബിഷാത്തേൻ, നീ ആൾക്കാർക്ക് ഒരു ആടിനർത്ഥെങ്കിലും കുറച്ച് വിഭവങ്ങൾ കൊടുക്കുക എന്ന് പറയാണ്. റസൂലുള്ളാഹിക്ക് ഒരു കോംപ്ലക്സും ഉണ്ടായില്ല. അത് ഞാൻ ഇവിടുത്തെ അമീറല്ലേ, ഞാൻ ഇവിടുത്തെ മെയിൻ ആളല്ലേ, എന്നോട് ചോദിച്ചാൽ ഞാൻ നിക്കാഹ് ചെയ്യാൻ പോയോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. നമ്മൾ റസൂലുള്ളാഹിന്റെ മാർഗത്തിലാണെങ്കിൽ നമുക്കൊരു കോംപ്ലക്സ് അതിലടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന് മനസ്സിലാണത്. അവർ തമ്മിൽ അതിന് പേരിൽ ഒരു പണക്കം ഉണ്ടായില്ല. ഈ കല്യാണത്തിന് വിളിക്കാത്തതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പെൺകുട്ടികളെ കെട്ടിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിക്കാത്ത പ്രശ്നം ഉണ്ടായില്ല. അവരതിനെപ്പറ്റി ആലോചിച്ചില്ല എന്നുള്ളതാണ്. അത് വളരെ ലളിതമായി വളരെ മനോഹരമായി അവിടെ സംഭവിക്കുക. റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, പിന്നെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. അതൊക്കെയാണ് ഇസ്ലാമിന്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അവിടുന്നൊക്കെ നമ്മൾ ഈ കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടി നമ്മുടെ സാമ്പ്രദായിക കുറെ സാധനങ്ങളും അതുപോലെ തന്നെ ആളുകളെ കാണിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദീനിന്ന് പതുക്കെ അങ്ങനെ പോകും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ പലരെയും അനുകരിച്ച് നമ്മൾ വിവാഹം ചെയ്യേണ്ടതില്ല. പലരെയും നിർബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യിക്കേണ്ടതുമില്ല. കടക്കണിയിൽ വീഴും, ബാധ്യതയാകും. പണമില്ലാതാകുമ്പോൾ ആളുകൾ എന്താ ചെയ്യാം? പാവപ്പെട്ട ഒരാള് കല്യാണം നടത്താൻ പണമില്ല, പക്ഷെ ഈ ആളുകൾ ചെയ്യണ പോലൊക്കെ നടത്തണം എന്ന് വിചാരിച്ചാൽ അയാൾ എന്താ ചെയ്യാം? അയാൾക്ക് ആളുകളുടെ കടം വാങ്ങേണ്ടി വരും. ആൾക്കാർ കടം കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യാം? ഹലാലല്ലാത്ത മാർഗത്തിൽ പണം കിട്ടുന്ന വഴികൾ അയാൾ അന്വേഷിക്കും. അങ്ങനെയാണ് ആളുകൾ ബാങ്ക് വലിയ ലോണിലേക്കൊക്കെ പോണത്, പലിശ ഇടപാടിലേക്ക് പോകുന്നത്, വട്ടിപ്പലിശയിലേക്ക് പോകുന്നത്. തന്റെ മകളെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ഹറാമ് ചെയ്യേണ്ട സ്ഥിതിവിശേഷം നാട്ടിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാട്ടാചാരങ്ങൾ ഉണ്ടാവും, മാമൂലുകൾ ഉണ്ടാവും. ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങൾ ഉണ്ടാവും. അതിൽ ഗുണമില്ലാത്തത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അതിൽ പരിക്കില്ലാത്തത് നമ്മൾ സ്വീകരിച്ചാൽ മതി. ചെലവേറിയ തരത്തിലുള്ള മാമൂലുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതൊന്നും നിക്കാഹ് സഹീഹാൻ, അള്ളാഹ് സ്വീകരിക്കാൻ ഒന്നും ഒരു ഷർത്തല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്താൽ അതൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഗുണകരമായി മാറും എന്നതാണ്. മുകേഷ് അംബാനിയുടെ ഒരു കല്യാണത്തിന്റെ വർത്തമാനം ഭയങ്കര ചർച്ചയായിരുന്നു. ചാനലുകളൊക്കെ അത് വലിയ ആഘോഷമാക്കി മാറ്റി. മുകേഷ് അംബാനി കല്യാണം നടത്തിയത് കണ്ട് നമ്മൾ കല്യാണം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. മുകേഷ് അംബാനിയുടെ കല്യാണത്തിന് വന്ന ചെലവ് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 5%. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ 5% മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ ചെലവഴിച്ച്. നമ്മളെ സമ്പാദ്യത്തിന്റെ എത്ര ഇരട്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന് 5% ചെലവഴിച്ചു. അപ്പൊ നമ്മൾ അതിലൊക്കെ ഒരു പ്രത്യേകമായ കീഴ്വഴക്കങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ നിഅമത്തുകൾ നമുക്ക് വെളിവാക്കാം. എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസിൽ ചിലപ്പോൾ കല്യാണം നടത്താൻ കഴിഞ്ഞോളുന്നില്ല, അങ്ങനെ നടത്തേണ്ടതുമില്ല. ഓരോരുത്തർക്കുള്ള അള്ളാഹ് കൊടുത്ത നിഅമത്തുകൾ ഉണ്ടാവും. അത് ദൂർത്തല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു സഹാബി കടന്നു വന്നു. അപ്പൊ റസൂൽ അദ്ദേഹത്തിന് നോക്കിയപ്പോൾ വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിലെ വേഷമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ദരിദ്രനാണ് തോന്നുന്നു അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ സമ്പാദ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇത്ര ഒട്ടകങ്ങളുണ്ട്, ഇത്ര കുതിരകളുണ്ട്, ഇത്ര ആട്ടിൻകൂട്ടങ്ങളുണ്ട്, സാമ്പത്തികമായി നല്ല സ്ഥിതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? താങ്കൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾ താങ്കളുടെ ശരീരത്തിൽ നിങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. നമ്മൾ ഉള്ളതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ നല്ല വാഹനം വാങ്ങാൻ പറ്റണം, നല്ല വാഹനം ഉപയോഗിക്കാം. നല്ല വീട് വെക്കാൻ പറ്റണം, നല്ല വീട് വെക്കാം.
അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. പക്ഷെ അതിൽ അമിതവ്യയം, ധൂർത്തില്ല, അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കാനുള്ളതല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്താം. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വലീമത്ത് എന്ന് പറയുന്നത്. അത് വ്യാപ്പളയാണ് കൊടുക്കേണ്ടത്, വരനാണ് വലീമത്തിന്റെ ചെലവെടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ആദിത്യ മര്യാദയുടെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും. അതൊക്കെ വളരെ മാന്യമാക്കുക എന്നുള്ളതാണ്. 25 ഐറ്റം, വിദേശത്ത് നിന്ന് പ്രത്യേകം ഇറക്കുമതി ചെയ്ത ഒട്ടകം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ട്രെൻഡൊക്കെയാണ് നാട്ടിലുള്ളത്. വെറൈറ്റി ആക്കുക എന്നുള്ളതാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഒരു വെറൈറ്റി കൊണ്ട് കാര്യമില്ല, കായാണ് പോകുന്നല്ലാതെ. മാത്രമല്ല ബർക്കത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബർക്കത്തിനെ പറ്റി റസൂൽ പറഞ്ഞ എന്താണെന്ന് അറിയുന്നത്, അത് വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ ലളിതമായി നടത്തുന്ന വിവാഹങ്ങളിലാണ് ഏറ്റവും അള്ളാന്റെ ബർക്കത്തുള്ളത് എന്ന് റസൂൽ പഠിപ്പിക്കാൻ. എന്തിനാണ് നമ്മൾ പണം അധികം ചെലവഴിച്ചുള്ള ബർക്കത്ത് കളയുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ റളിയല്ലാഹു തആലയെ വിവാഹം ചെയ്തപ്പോൾ റൊട്ടിയും മാംസവുമാണ് വലീമത്ത് കൊടുത്തത്. അപ്പൊ നമുക്ക് അത്തരം കുറച്ച് മുന്തിയ തരത്തിലുള്ള ഭക്ഷണമൊക്കെ നമുക്ക് കൊടുക്കാം, നല്ല ഭക്ഷണം കൊടുക്കാം, കുറെ ഐറ്റങ്ങളൊന്നും ആവശ്യമില്ല, വളരെ മാന്യമായി കൊടുക്കാം. സുഫിയ റളിയല്ലാഹു തആലയെ വിവാഹം ചെയ്തപ്പോൾ റസൂലുള്ള ഒരു ഹൈസ് എന്ന് പറഞ്ഞൊരു വിഭവമാണ്, നമ്മുടെ നാട്ടിലെ അലീസ പോലെയുള്ള ഒരു വിഭവം കൊടുത്തിട്ടുള്ളത്. അതാണ് ഒരു വലീമത്തായിട്ട് റസൂലുള്ള കൊടുത്തത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. വലീമത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മളെ മറ്റ് പണക്കങ്ങളോ മറ്റ് കുത്തിത്തിരിപ്പുകളോ കുയിന്ത് സ്വഭാവം ഒന്നും കാണിക്കേണ്ടതില്ല എന്നാണ്. വലീമത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടോ, അതൊരു ഹൃദയം ഇണക്കപ്പെടാനുള്ള ഒരു അവസരമാണ്, നമുക്കൊന്ന് ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് പല ആചാരങ്ങൾ, മിഠായി കൊടുക്കുക, തലേന്ന് ഒരു ജാതക്കുള്ള ആളുകൾ വന്ന് മിഠായി കൊടുക്കുന്ന പരിപാടികൾ, അത് വരുമ്പോൾ ഈ വീട്ടുകാരന് ഭക്ഷണം ഉണ്ടാക്കേണ്ട അധിക ചെലവുകൾ, ഇങ്ങനെയൊക്കെ തുടങ്ങി പല കാര്യങ്ങളുണ്ട്. മിഠായി കൊടുക്കൽ ഹറാമാണോ? ഹറാമായ സംഗതിയല്ല. ഞാൻ പറഞ്ഞതാണ്, ഹലാലിൽ തന്നെ നമ്മുടെ പരിധികൾ ഉണ്ടാവും. അത് ലംഘിക്കാതിരുന്നാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റും. മഹർ കെട്ടുക എന്നുള്ളത്, നമ്മൾ ഇസ്ലാമികമായി മഹർ കെട്ടൽ ഒരു ചടങ്ങായിട്ടൊന്നും അതില്ല. അത് നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളിലൊക്കെ കടന്നു വന്ന സംഗതിയാണ്. പക്ഷെ ഒരു വരന് എനിക്ക് മഹർ കെട്ടണം എന്ന് തോന്നി, അത് കെട്ടണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അതൊരു ഹറാമാക്കിയ സംഗതി ഒന്നല്ല. പക്ഷെ ആരാ കെട്ടേണ്ടത്? ആരാ കെട്ടുമ്പോൾ പോകേണ്ടത്? കൂടെ ഉള്ള നാട്ടുകാരൊക്കെ കൂട്ടി പോകണോ? ഉള്ള കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ കൂട്ടിയിട്ടാണോ പോകേണ്ടത്? അത് അയാളുടെ സ്വകാര്യമായ ഒരു സംഗതിയാണ്, അയാളുടെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. അത് അയാൾക്ക് സ്വകാര്യമായി നിർവഹിക്കാം എന്നല്ലാതെ അതൊക്കെ ഒരു വലിയ സംഭവമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, മാറ്റേണ്ടതില്ല എന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ കല്യാണ വേദികളിലും സദസ്സുകളിലൊക്കെ അന്യ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇടകലരുകയും അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വീകരിക്കുക. ആ നിലക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെയൊക്കെ വിവാഹങ്ങൾ മനോഹരമാവും, കൂടുതൽ ബർക്കത്തുള്ളതാവും, പ്രാർത്ഥനാ നിർഭരമാവും. അള്ളാഹു നമുക്ക് അത്തരത്തിൽ വളരെ മാന്യമായ രൂപത്തിൽ ഹലാലിന്റെ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.